ഹായ്, ഇന്ന് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് രുചികരമായ അട. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചിരകിയ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ശർക്കര, പാകത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിപ്പൊടിയിലേക്ക് പാകത്തിന് ഉപ്പും തിളച്ച വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് നല്ല മൃദുവാക്കി വെച്ച മാവാണ്. ചെറുതായിട്ടൊന്ന് വാട്ടിയ ശേഷം എണ്ണ പുരട്ടി എടുത്ത വാഴയിലയാണ് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുത്ത് ഈ വാഴയിലയിലേക്ക് വെച്ച് നേർമയായി പരത്തിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങാക്കൂട്ടും വെച്ച് ഇല അടച്ച് അട മടക്കിയെടുക്കുക. നമ്മൾ ബാക്കി എല്ലാ അടകളും ഇതുപോലെ തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഈ അടകളെല്ലാം ഇഡലി തട്ടി വെച്ച് ഒരു 10-15 മിനിറ്റ് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം. മാവ് നന്നായിട്ട് വെന്ത് വരുമ്പം അട ഇലയിൽ നിന്ന് വേർപെട്ട് വരും. അതാണ് നമ്മുടെ അട വെന്തതിൻ്റെ ലക്ഷണം. അങ്ങനെ നമ്മുടെ ചൂടൻ സ്വാദിഷ്ടമായ അട തയ്യാറായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ അട നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.